ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ കോൺഗ്രസ്. തൃശൂരിൽ കെ മുരളീധരനും വടകരയിൽ ഷാഫി പറമ്പിലും ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലും മത്സരിക്കും. ടി.എൻ. പ്രതാപന് നിയമസഭാ സീറ്റ് നൽകാനാണ് ധാരണ. അതേസമയം കേരളം, കർണാടക, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ കേരളത്തിലടക്കമുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും സ്ഥാനാർത്ഥികളുമായി ചർച്ച നടന്നു. കേരളം, കർണാടകം, തെലങ്കാന, അതുപോലെ ഛത്തീസ്ഗഡ്, ഡൽഹി സ്റ്റേറ്റുകളിൽ, ലക്ഷദ്വീപ് അടക്കം സ്റ്റേറ്റുകളിൽ എല്ലാ സീറ്റുകളിലും ചില സീറ്റുകളിൽ പാനലുണ്ട്. ആ സീറ്റുകൾ പെൻഡിങ് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സീറ്റുകളും ഇന്ന് തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് ആ തീരുമാനം താമസം വിന AICC പ്രഖ്യാപിക്കും. അല്ല, ആ തീരുമാനം നിങ്ങൾ അതൊക്കെ ഇപ്പം തീരുമാനം ലിസ്റ്റ് വരുന്നതിന് മുമ്പ് എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുമോ? കോൺഗ്രസ് പ്രസിഡന്റിന്റെ അപ്രൂവലിന് വേണ്ടി ആ ലിസ്റ്റ് പോയിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമലായിട്ട് അനൗൺസ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ അങ്ങനെ ഒരു തർക്കമില്ല. എല്ലാ നേതാക്കന്മാരും യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. കൂടുതൽ വിവരങ്ങളുമായി MK വിനോദ ചേർന്നുണ്ട്. വിനോദ, നിലവിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല വിമർശനങ്ങളും പല തിരിച്ചടികളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായും വിഷ്ണു, നമുക്കറിയാം കോൺഗ്രസ് ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. പ്രത്യേകിച്ചും കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ, കെ മുരളീധരന്റെ സഹോദരി, അവർ BJP-യിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസ് പൊതുവെ ആശങ്കയിൽ ആയിട്ടുണ്ട്. പൊതുവെ അവരുടെ നേതാക്കളെല്ലാം BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ധാരണ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളായിരുന്ന കെ കരുണാകരൻ, അതുപോലെ തന്നെ AK ആന്റണി, ഇവരുടെ മക്കളെല്ലാം BJP-യിൽ പോയതോടുകൂടി കോൺഗ്രസ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നിലവിലുണ്ടായിരുന്ന സീറ്റുകളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. കെ മുരളീധരൻ വടകരയിൽ ഈ സാഹചര്യത്തിൽ മത്സരിച്ചാൽ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകും. പ്രത്യേകിച്ചും സഹോദരിയുടെ ഈ ചുവടുമാറ്റം കെ മുരളീധരനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂര് മത്സരിപ്പിക്കാനാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ മുരളീധരനെ മത്സരിപ്പിക്കുമ്പോൾ നിലവിലുള്ള MP ടി.എൻ. പ്രതാപന് സീറ്റ് നിഷേധിക്കപ്പെടുന്നു. പ്രതാപൻ ഇതിൽ കൂടുതൽ അസ്വസ്ഥനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം സ്വാഭാവികമായി തന്നെ അവിടെ മത്സരിക്കുന്നു എന്നുള്ള ഒരു ധാരണയിൽ അവിടെ പോസ്റ്റർ, ചുവരെഴുത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രതാപൻ നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പ്രതാപന്റെ പേരിൽ പോസ്റ്റർ, അതേപോലെ തന്നെ ചുവരെഴുത്തൊക്കെ വന്നത് വിവാദമായിരുന്നു. ഇങ്ങനെ പ്രചാരണം തുടക്കം കുറിച്ച പ്രതാപനെയാണ് വളരെ പെട്ടെന്ന് കോൺഗ്രസ് മാറ്റുന്നത്. പ്രതാപന്റെ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി നിയമസഭയിൽ സീറ്റ് നൽകാം എന്നുള്ള ധാരണയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ മാറ്റുന്നു. അതേപോലെ തന്നെ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ സീറ്റ് നഷ്ടപ്പെട്ടത് കെ.സി. വേണുഗോപാലിനെ കൊണ്ട് ആ സീറ്റ് തിരികെ പിടിക്കാം എന്നുള്ള ധാരണയിൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വടകരയിൽ കെ മുരളീധരൻ മാറുമ്പോൾ അവിടെ ആര് മത്സരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അത് പ്രധാനമായും കോൺഗ്രസ് പരിഗണിച്ചത് മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു പ്രാതിനിധ്യമാണ് പരിഗണിച്ചത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് 3-ാം സീറ്റ് ചോദിച്ച സാഹചര്യത്തിൽ അവരുടെ മനസ്സുകൂടി കണക്കിലെടുത്ത് കോൺഗ്രസിൽ നിന്നുള്ള ഒരു മുസ്ലിം നേതാവ് മത്സരിക്കണം എന്നുള്ള ഒരു പൊതുവികാരം വന്നതിന്റെ പേരിലാണ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത്. T. സിദ്ദിഖിന്റെ പേരും വന്നിരുന്നു. അവസാനം ഷാഫി പറമ്പിൽ, അദ്ദേഹം നിലവിൽ പാലക്കാട് MLA ആണ്, അദ്ദേഹം വടകരയിൽ നിന്നും മത്സരിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, KPCC അധ്യക്ഷൻ K. സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും കണ്ണൂരിൽ അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പൊതുവെ ഒരു അഴിച്ചുമണി വരികയാണ്. പൊതുവെ ആശങ്കയിലാണ് കോൺഗ്രസ്. പല സീറ്റിലും വിജയിക്കാനുണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം തകിടം മറിയുന്നു. കോൺഗ്രസിലെ നേതാക്കളൊക്കെ, പ്രത്യേകിച്ചും പത്മജ വേണുഗോപാലിന്റെ ചുവടുമാറ്റം കോൺഗ്രസിനെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. വിഷ്ണു, വ്യക്തമായ വിശദമായ